ഒന്നല്ല രണ്ടല്ല ഏതാണ്ട് 13 അന്വേഷണ ഏജൻസികൾ അഴിമതിക്കാരനെന്ന് കണ്ടെത്തിയൊരു വ്യക്തി CBI പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ച കേസിലെ ഒന്നാം പ്രതി 65 വയസ്സ് പിന്നിട്ടിട്ടും കമ്പനീസ് ആക്ടിലെ നിയമങ്ങളും പ്രായപരിധിയും കാറ്റിൽ പറത്തിക്കൊണ്ട് സംസ്ഥാനത്തെ 3 സുപ്രധാന സ്ഥാപനങ്ങളുടെ തലപ്പത്ത് അയാൾ ഇന്നും വാഴുകയാണ്. കേരള ഹൈക്കോടതി തന്നെ സതീശൻ സർക്കാരിന്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ അഴിമതിക്കാരനെയൊക്കെ ഇങ്ങനെ ചുമന്ന് നടക്കുന്നത് എന്ന്. എന്തായാലും ആരാണ് ഈ അഴിമതിക്കാരനായ KA രതീഷ്? കശുവണ്ടി വികസന കോർപ്പറേഷൻ മുതൽ ഖാദി ബോർഡും റൂട്രോണിക്സും അവിടം വരെ നീളുന്ന അയാളുടെ അഴിമതി സാമ്രാജ്യം എങ്ങനെയാണ് വളർന്നത്? LDFും UDFും ഒരുപോലെ ഇയാളെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? പരിശോധിക്കാം. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ട പേരാണ് KA രതീഷ്. ഈ കഥ തുടങ്ങുന്നത് 2003 അന്ന് കരുനാഗപ്പള്ളിയിൽ ഒരു കേബിൾ TV സ്ഥാപനം നടത്തി സാമ്പത്തികമായി തകർന്നു വീഴുന്ന രതീഷിനെ അന്നത്തെ വ്യവസായ മന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് നിരയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ നിന്നും കശുവണ്ടി വികസന കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന പദവിയിലേക്കുള്ള രതീഷിന്റെ വളർച്ച പെട്ടെന്നായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിലും വിപണി വിലയേക്കാൾ ഉയർന്ന തുകയ്ക്ക് ഗുണനിലവാരമല്ലാത്ത അസംസ്കൃത വസ്തുക്കൾ വാങ്ങിയതിലും കോടികളുടെ കമ്മീഷനാണ് അടിച്ചു മാറ്റപ്പെട്ടത്. കശുവണ്ടി തൊഴിലാളികളായ പാവപ്പെട്ട സ്ത്രീകളുടെ പട്ടിണി മാറ്റാൻ മാറ്റിവെച്ച പൊതുപണം സ്വകാര്യ വ്യക്തികളുടെയും ഉദ്യോഗസ്ഥരുടെയും അക്കൗണ്ടുകളിലേക്ക് ഒഴുകി. അന്വേഷണ ഏജൻസികളുടെ കണക്കനുസരിച്ച് ഏകദേശം 600 കോടിയിലധികം രൂപയുടെ ക്രമക്കേടുകളാണ് കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. CBI, വിജിലൻസ്, ധനകാര്യ പരിശോധനാ വിഭാഗം ഉൾപ്പെടെ 13ഓളം വിവിധ അന്വേഷണ ഏജൻസികളാണ് രതീഷിന്റെയും കൂട്ടാളികളുടെയും എല്ലാം അഴിമതികളെ കുറിച്ച് അന്വേഷണം നടത്തിയത്. ഒടുവിൽ വൻ ജനരോഷത്തെ തുടർന്ന് ഇയാളെ കശുവണ്ടി വികസന കോർപ്പറേഷൻ MD പദവിയിൽ നിന്നും മാറ്റുവാനായി സർക്കാർ നിർബന്ധിതരായി. പക്ഷേ അവിടം കൊണ്ട് അഴിമതി അവസാനിപ്പിച്ചോ? ഇല്ല. അതിനുശേഷം കണ്ടത് ഭരണ സംവിധാനത്തെ തന്നെ പരിഹാസ്യമാക്കുന്ന നാടകീയ കാഴ്ചകളാണ്. തോട്ടണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ KA രതീഷിനെയും INTUC നേതാവ് R ചന്ദ്രശേഖരനെയും CPI പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വർഷങ്ങളോളം നിയമ പോരാട്ടം നടന്നു. കോടതികളുടെ കടുത്ത ഇടപെടലിനെ തുടർന്ന് മാത്രമാണ് സർക്കാരിന് CBI പ്രോസിക്യൂഷൻ അനുമതി നൽകേണ്ടി വന്നത്. ഒരു IAS ഉദ്യോഗസ്ഥനോ ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ആളോ അഴിമതി കേസിൽ CBI വിചാരണ നേരിടാൻ സാധാരണ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ സാധാരണ സംഭവിക്കുന്നത് എന്താണ്? അവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ മാറ്റി നിർത്തുകയോ ചെയ്യും. എന്നാൽ KA രതീഷിന്റെ കാര്യത്തിൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. CBI വിചാരണ നേരിടുന്ന അതേ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥന് സർക്കാർ അടുത്തതായി 3 അതിപ്രധാന പദവികളാണ് സമ്മാനിച്ചത്. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് സെക്രട്ടറി സ്ഥാനം, പിന്നെ റൂട്രോണിക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ചെയർമാൻ സ്ഥാനം, ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ CEO. ഇതിൽ ഏത് സ്ഥാപനം എടുത്തു കഴിഞ്ഞാലും പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും മറ്റ് ഔദ്യോഗിക ആനുകൂല്യങ്ങളും ഒക്കെയാണ് ഇയാൾക്ക് നൽകപ്പെടുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം ജനങ്ങൾ വലയുമ്പോഴാണ് നികുതിദായകരുടെ പണം ഉപയോഗിച്ച് ഇത്തരമൊരു വ്യക്തിക്ക് കോടികളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും നൽകുന്നത്. പൊതുപ്രവർത്തകനായ KM ഷാജഹാൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ച് ഉന്നയിച്ച ചോദ്യങ്ങൾ ഏതൊരു ഭരണാധികാരിയുടെയും കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചതോ? കോടതി ചോദിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. എന്തുകൊണ്ട് ഇയാൾ CBI പ്രോസിക്യൂഷൻ അനുമതി നൽകിയ ഗുരുതരമായ അഴിമതി ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയെ എന്തിനു വേണ്ടിയാണ് ഇത്രയും സുപ്രധാനമായ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത്? ഇവിടെ യോഗ്യരായ എത്ര ഉദ്യോഗാർത്ഥികളുണ്ട്? നിയമലംഘനം, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയോ ബോർഡുകളുടെയോ തലപ്പത്തിരിക്കാനുള്ള പ്രായപരിധി 65 വയസ്സാണ്. ഇയാൾക്ക് 65 വയസ്സ് കഴിഞ്ഞിട്ടും എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസിൽ തുടരാൻ അനുവാദം നൽകുന്നത്? കമ്പനീസ് ആക്ടിൽ പ്രകാരം ഒരു സ്ഥാപനത്തിൽ 5 വർഷത്തിൽ കൂടുതൽ മാനേജ്മെന്റ് പദവിയിൽ തുടരാൻ പാടില്ല എന്നിരിക്കെ ഇയാൾ കഴിഞ്ഞ 11 വർഷത്തിലധികമായി എങ്ങനെയാണ് ഈ പദവികളിലൊക്കെ തുടരുന്നത്? അഴിമതിക്ക് കളമൊരുക്കലല്ലേ ഇതെല്ലാം? അഴിമതി നടത്താൻ സാധ്യതയുള്ള വകുപ്പുകൾ തന്നെ നോക്കി ഇയാൾക്ക് നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അഴിമതി നടത്താൻ പാകത്തിനുള്ള ഇരിപ്പിടങ്ങൾ തന്നെ ഇയാൾക്ക് ലഭിക്കുന്നത് യാദർച്ഛികമാണെന്ന് കരുതുന്നുണ്ടോ? പാവപ്പെട്ട സാധാരണക്കാരൻ ഏതെങ്കിലും ഒരു ചെറിയ കേസിൽ പെട്ടാല് അവരുടെ വീടുകളിൽ കയറി ഇറങ്ങി റെയ്ഡ് നടത്തുന്ന പോലീസ് സംവിധാനവും വിജിലൻസും 600 കോടിയുടെ അഴിമതി ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥന് മുന്നിൽ കണ്ണടയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന കടുത്ത വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. പഴയ തോട്ടണ്ടി അഴിമതിയിൽ തീർന്നില്ല രതീഷിന്റെ അഴിമതി യാത്ര. ഖാദി ബോർഡിന്റെ സെക്രട്ടറിയായി ഇരുന്നു കൊണ്ട് പുതിയ അഴിമതികൾക്ക് ഇയാൾ കളമൊരുക്കുന്നു എന്ന ഞെട്ടിക്കുന്ന ആരോപണങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്.
കഴിഞ്ഞ ഭരണകാലത്ത് ഖാദി ഉൽപ്പന്നങ്ങൾ എന്ന പേരിൽ 10 കോടിയോളം രൂപയുടെ വ്യാജ കള്ളഖാദി വസ്ത്രങ്ങളെല്ലാം വിപണിയിലെത്തിച്ച് വൻ തുക കമ്മീഷൻ അടിച്ചെടുക്കാൻ ശ്രമം നടന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. അപ്പോൾ പാരമ്പര്യമായി ഖാദി നെയ്യുന്ന പാവപ്പെട്ട നെയ്ത്തുകാരുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുത്ത് വ്യാജ ഖാദി തുണികൾ വിറ്റഴിച്ച് കോടികളുടെ കമ്മീഷൻ പറ്റി എന്നാണ് ഉയർന്നു വരുന്ന പരാതി. കൂടാതെ ഖാദി ബോർഡിൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അനധികൃത നിയമനങ്ങൾ നടത്തുക, കരാറുകളിൽ ക്രമക്കേട് കാണിക്കുക തുടങ്ങിയ ആരോപണങ്ങളും സജീവമാണ്. മറ്റൊരു രസകരമായ കാര്യം ഇയാളുടെ പ്രവർത്തന ശൈലിയാണ്. സംസ്ഥാനത്തെ ഓരോ ജില്ലകളിലും പോയി ജില്ലാ ഖാദി മേളകൾ സംഘടിപ്പിക്കുകയും അതാത് ജില്ലകളിലെ മന്ത്രിമാരെ ഉദ്ഘാടകരാക്കി ക്ഷണിച്ച് അവരുടെ കൂടെ വേദി പങ്കിടുകയും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നത് ഇയാളുടെ സ്ഥിരം തന്ത്രമാണ്. ഇത്തരത്തിൽ മന്ത്രിമാരുമായിട്ടുള്ള അടുപ്പം കാണിച്ച് തന്റെ അഴിമതികൾക്ക് സംരക്ഷണം തീർക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഏറ്റവും പ്രസക്തവും ഗൗരവമുള്ളതുമായ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് മാറി മാറുന്ന വരുന്ന സർക്കാരുകൾ ഇയാളെ സംരക്ഷിക്കുന്നത്? 2003 UDF ഭരണകാലത്താണ് രതീഷിന്റെ രംഗപ്രവേശനം. പിന്നീട് LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും രതീഷിന് ഒരു പോറലും ഏറ്റിട്ടില്ല. അപ്പോഴും നല്ല സുഖിച്ച് ജീവിച്ചിട്ടുണ്ട്. VD സതീശൻ സർക്കാരിന്റെ കാലത്തും ഇയാൾ 3 സുപ്രധാന തസ്തികകളിൽ തുടർന്നു വരികയാണ്. ഇത് വ്യക്തമാക്കുന്നത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അഴിമതിയുടെ കാര്യത്തിൽ ഇടതുവരുന്ന മുന്നണികൾ പുലർത്തുന്ന വിചിത്രമായ ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ്. നമുക്കിത് പണ്ടേ അറിയാം. ഇത് ഇവിടെ ഒന്നുകൂടി പൂർണ്ണമായി തെളിഞ്ഞു കാണുന്നു. ഒരു വശത്ത് അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സർക്കാർ, മറുവശത്ത് ഇത്രയും വലിയൊരു അഴിമതിക്കാരനെ സംരക്ഷിക്കാൻ കോടതികൾ അഭിഭാഷകരെ നിർത്തി വാദിക്കുന്നു. കണ്ടു തന്നെ പഠിക്കണം നമ്മൾ. 600 കോടി രൂപയുടെ അഴിമതിയിലൂടെ സമാഹരിച്ച പ്രോസീഡ്സ് ഓഫ് ക്രൈം അഥവാ അഴിമതി പണത്തിന്റെ സ്വാധീനമാണോ ഇയാളെ അധികാര കേന്ദ്രങ്ങൾക്ക് ഇത്രയധികം പ്രിയപ്പെട്ടവനാക്കുന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തായാലും ഏത് സർക്കാർ വന്നാലും തനിക്ക് ഒന്നും സംഭവിക്കുന്ന രതീഷിന്റെ ആത്മവിശ്വാസത്തിന്റെ പിന്നിൽ രാഷ്ട്രീയ ഉന്നതർക്ക് ലഭിക്കുന്ന സാമ്പത്തിക വിഹിതമാണോ? എന്തായാലും ഈ ചോദ്യങ്ങൾക്ക് ജനങ്ങൾക്ക് മറുപടി ലഭിച്ചേ മതിയാകൂ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.